ഹായ് ഓൾ, ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടന എന്ന ഭാഗത്തെ എല്ലാ എക്സാമുകളിലും സിലബസുകളിലും ഒരുപോലെ എല്ലാ സിലബസുകളിലും ഒരുപോലെ പ്രതിപാദിക്കുന്ന ഭരണഘടന ഭേദഗതി എന്ന ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ഭേദഗതി നമുക്കറിയാം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: 42, 44, 52, 86, 102, 105 അങ്ങനെ ഏറ്റവും റീസെന്റ് വരെയുള്ള അമെൻമെന്റുകൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകണം. ഓക്കെ, നമുക്ക് നേരെ 42 തുടങ്ങാം. 42ാം ഭേദഗതി എന്താണ്? ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലേക്ക് പോകുന്നു. ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20-ൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20-ലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ എക്സാമിന് ചോദിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. എങ്ങനെ വർഷം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ഫൈൻ. ആർട്ടിക്കിൾ 368 എന്ന ആർട്ടിക്കിൾ ഭാഗം 20 ആർട്ടിക്കിൾ 368-ലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പരാമർശിക്കുന്നത്. ഇനി ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. എങ്ങനെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, ഭേദഗതി ദക്ഷിണാഫ്രിക്ക എന്ന് പഠിക്കുക. ഇനി നമുക്കറിയാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി ചെയ്യാൻ, അല്ലെങ്കിൽ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളെ കാലാകാലങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ, അല്ലെങ്കിൽ തിരുത്തലുകളും ഒഴിവാക്കലുകളും വരുത്താനുള്ള അവകാശമാണ് ഭരണഘടനാ ഭേദഗതി. ആ ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശം ആർക്കാണുള്ളത്? ഇന്ത്യയുടെ പാർലമെന്റ്, ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സ്ഥാപനമായ പാർലമെന്റിനാണ് അതിനുള്ള അധികാരം. ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിനാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റ് എന്നാൽ ആരൊക്കെ അടങ്ങുന്നതാണ്? പാർലമെന്റ് എന്നാൽ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവ അടങ്ങുന്നതാണ്. പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവ അടങ്ങുന്നതാണ് നമ്മുടെ പാർലമെന്റ്. ക്ലിയർ ആണ്. ഇനി മുന്നോട്ട് വരാം. 42ാം ഭേദഗതി എപ്പോഴാണ്? 1976-ലെ 76-ലെ 42nd അമെൻമെന്റ്. 1976-ലെ 42ാം ഭേദഗതി. ഇനി 42ാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ പറയുന്ന പോയിന്റ് ആണ്. വളരെ വളരെ റെലവന്റ് ആണ്. ചെറുഭരണഘടന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭേദഗതികളിൽ തന്നെ വളരെ വലിയൊരു ഭേദഗതിയായിരുന്നു ഈ ഭേദഗതി. മാത്രവുമല്ല കാര്യമായ മാറ്റങ്ങൾ, ഒരു ചെറിയ ഭരണഘടന എന്ന വണ്ണം വിശേഷിപ്പിക്കണമെങ്കിൽ അത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവന്ന 76-ലെ 42ാം ഭേദഗതിയാണ്. തെറ്റിക്കേ ചെയ്യരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ. ഇനി 42ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 77 ജാനുവരി മാസം 3-ാം തീയതിയാണ്. അപ്പോ 42ാം ഭേദഗതി അറിയപ്പെടുന്നത് ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ്. 76-ലെ 42ാം ഭേദഗതി നിലവിൽ വന്നത് 77 ജാനുവരി മാസം 3-ാം തീയതിയാണ്. ഇനി നമുക്കറിയാം ഈ ഭേദഗതി വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഈ ഭേദഗതികളിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42nd അമെൻമെന്റ് 1976 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 42ാം ഭേദഗതിയുടെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന. അടുത്ത പോയിന്റ്, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. തെറ്റിക്കേച്ചേല്
എടാ 42-ാം ഭേദഗതി നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ ഏതാ? 368. ഇന്ത്യ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാ? ദക്ഷിണ ആഫ്രിക്കയാണ്. ക്ലിയർ ആണ്, വ്യക്തമാണ്. മുന്നോട്ടേക്ക് വരാം, ശ്രദ്ധിച്ചോ. 42-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ കൂട്ടിച്ചേർത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A-യിൽ കൂട്ടിച്ചേർത്ത മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം ഇന്ത്യ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് മൗലിക കടമകൾ എന്നൊരാശയം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. എന്നാൽ 76-ലെ 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയിൽ 4A-യിൽ ആർട്ടിക്കിൾ 51A-യിലേക്ക് കൂട്ടിച്ചേർക്കുന്നു മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഭാഗം 4A അനുച്ഛേദം 51A-യിൽ നിലവിൽ വരുമ്പോൾ 51A സ്മോൾ ലെറ്റർ A മുതൽ J വരെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. എന്നാൽ 2002-ലെ 86-ാം ഭേദഗതിയിലൂടെ 11-ാമത്തെ മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ 76-ലെ 42-ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A ആണ്. മാത്രവുമല്ല 10 മൗലിക കടമകളാണ് ആ സമയത്ത് ആഡ് ചെയ്തത്. പിന്നീട് 2002-ലെ 86-ാം ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം മൗലിക കടമയാക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ 11 കടമകളാണ് നിലവിൽ അറ്റ് പ്രസന്റ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. ഇനി അവസാനമായിട്ട് വന്ന കടമ ഏതാ? 51A-യിൽ സബ് ക്ലോസ് സ്മോൾ ലെറ്റർ K-യിൽ പറയുന്നു 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ആ അവകാശം. ക്ലിയർ ആണ്. 51A ആണ്. 51A-യിൽ പറയുന്നു, സബ് ക്ലോസ് K-യിൽ പറയുന്നു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു 76-ലെ 42-ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഭാഗം 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു എന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഭാഗം 14A എന്ന ട്രിബ്യൂണലുകൾ എന്ന ഒരു ഐഡിയ കൊണ്ടുവരുന്നു. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 14A എടാ കൃത്യമായിട്ട് പഠിക്കുക. ഭാഗം 14A എന്ന ഭാഗം കൂട്ടിച്ചേർക്കുന്നു. എന്താ പറയുന്നത്? ഓക്കെ, 2 അനുച്ഛേദങ്ങളാണ് 14A എന്ന ഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 323A 323B. എങ്ങനെയാ പറഞ്ഞത്? ഭാഗം 14A അഥവാ ട്രിബ്യൂണലുകളെ പറ്റി പരാമർശിക്കുന്നു. അവിടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ 323A 323B എന്നീ അനുച്ഛേദങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. 323A ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ്. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് അഥവാ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമനങ്ങളിലെ തർക്കങ്ങൾ, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാറാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് അവരുടെ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാവട്ടെ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പരിഹാരത്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. 323A ആണ് ആർട്ടിക്കിൾ. ഭാഗം 14A-യിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഏതാണ്? 323A പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ്. ശരിയാണ്. ഇനി ശ്രദ്ധിച്ചേ. ഇനി 323B-യിലും
ട്രിബ്യൂണൽ തന്നെയാണ്, അത് മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണലുകളാണ്. അത് ടാക്സേഷൻ ആവാം, ലാൻഡ് റിഫോംസ് ആവാം, ലേബർ എക്സെട്ര ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 76-ലെ 42-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ്. ആദ്യമായി പഠിച്ചു ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു, പഠിച്ചതാണ്. രണ്ടാമതായിട്ട് പറയുന്നു ഭാഗം 14A അഥവാ ട്രിബ്യൂണലുകൾ എന്നൊരു ഐഡിയ. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, 323B മറ്റു ട്രിബ്യൂണലുകൾ എന്ന ആശയം കൂടി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42-ാം ഭേദഗതി 76. ഇനി ഇന്ത്യയിലെ ഇതുവരെയുള്ള ഭരണഘടനാ ഭേദഗതികളിൽ തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ, ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭേദഗതിയേ ഉള്ളൂ, അത് 42nd അമെൻമെന്റ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ നമ്മൾ ആമുഖം പഠിച്ചപ്പോൾ പഠിച്ചൊരു പോയിന്റ് ആണ്. എന്താണ്? എപ്പോഴും ചോദിക്കാം. അപ്പൊ അവിടുന്ന് ഈ ചോദ്യം വരാം, ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം വരാം. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരേ ഒരു തവണയാണ്. എപ്പോഴാണ്? 1976. ഏത് ഭേദഗതി? 42nd അമെൻമെന്റ് ആണ്. എന്താണ് മാറ്റം വരുത്തിയത്? പ്രധാനമായും 3 വാക്കുകളാണ് അവിടെ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഓക്കെ, അതായത് സ്ഥിതി സമത്വം, സെക്യുലറിസം, അഖണ്ഡത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ. ഓക്കെ, സോഷ്യലിസം, സെക്യുലറിസം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡത എന്നാക്കി മാറ്റുകയും ചെയ്തു. സിമ്പിൾ കാര്യമാണ്. ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതി 42ാം ഭേദഗതി. ഓക്കെ, സെക്യുലറിസം അഥവാ സെക്യുലറിസം അഥവാ മതേതരത്വം, സ്ഥിതിസമത്വം അഥവാ സോഷ്യലിസം, അതുപോലെ ഐക്യം എന്ന് മാത്രം ഉണ്ടായിരുന്നതിന്റെ കൂടെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയ ഭേദഗതിയാണ്. ശ്രദ്ധിച്ചേടാ. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണോ? അഥവാ നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ പറയാറുണ്ട്. അതായത് ഇന്ത്യയിലെ നാമമാത്രമായ അധികാരങ്ങൾ അല്ലെങ്കിൽ പേരിന് മാത്രമേ പ്രസിഡന്റിന് അധികാരം ഇന്ത്യയിലുള്ളൂ. കാരണം ഇന്ത്യയിലെ റിയൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ യഥാർത്ഥ കാര്യനിർവഹണം എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി സംവിധാനമാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോ പ്രസിഡന്റ് എന്ത് ചെയ്യണം? ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണോ? 42ാം ഭേദഗതിയിലൂടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്ന ഭേദഗതി നിലവിൽ വന്നു. നമുക്കറിയാം 1975 ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, വേറെ ഒന്നും ആരും അറിയുന്നില്ല. ഇന്ദിരാഗാന്ധി പറയുന്നു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിക്കുന്നു. ഇവൻ ക്യാബിനറ്റിലുള്ള ആളുകൾ പോലും ഈ അടിയന്തരാവസ്ഥയെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ ഭേദഗതിയാണ് 42nd അമെൻമെന്റ്. പക്ഷേ ഈ ഭേദഗതിക്ക് അല്ലെങ്കിൽ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഭേദഗതിയായ 78-ലെ 44ാം ഭേദഗതിയിലൂടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ പ്രസിഡന്റിന് തിരികെ അയക്കാമെന്നും വീണ്ടും അതേ തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ച് പ്രസിഡന്റിന് നൽകിയാൽ പ്രസ്തുത തീരുമാനം അംഗീകരിക്കാൻ പ്രസിഡന്റിന് ബാധ്യസ്ഥതയുണ്ട് എന്നും ഭേദഗതി ചെയ്യപ്പെട്ടു. അപ്പോൾ വലിയ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സിമ്പിൾ ആയിട്ട് പഠിക്കുക. 42ാം ഭേദഗതി 1976 പ്രകാരം ആദ്യം വരുന്ന തീരുമാനം ഇങ്ങനെയാണ്: പ്രസിഡന്റ് നമ്മുടെ മന്ത്രിസഭയുടെ ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ 44-ൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്താ? ബാധ്യസ്ഥനാണെന്ന് ചോദിച്ചാൽ നേരെ അങ്ങ് തീരുമാനം എടുക്കണ്ട, എന്തെങ്കിലും പുനഃപരിശോധന ഉണ്ടെങ്കിൽ തിരിച്ചയക്കാം. പക്ഷെ തിരിച്ചയച്ച സാധനം വീണ്ടും മന്ത്രിസഭ ഇതേപോലെ റിട്ടേൺ ആയിട്ട് അയക്കുന്നു ഒപ്പിട്ട് കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ഒപ്പിട്ട് കൊടുത്തേ മതിയാവൂ എന്നാണ് 1978-ൽ വന്ന ഒരു മാറ്റം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എപ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം നിലവിൽ 5 വർഷ കാലാവധിയാണ് നമുക്ക് മുമ്പിലുള്ളത്, അല്ലെ? 5 വർഷ കാലാവധിയാണ്
നമ്മുടെ ഇലക്ഷൻ നടത്തുന്നു. ലോക്സഭ ഇലക്ഷൻ ഇപ്പോൾ അവസാനം കഴിഞ്ഞു. 2024 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഈ കാലാവധിയിൽ എപ്പോഴെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പഠിക്കുക. 42ാം ഭേദഗതി പ്രകാരം 76 ലോക്സഭയുടെയും നിയമസഭകളുടെയും കാലാവധി 5 നിന്നും 6 ആക്കി ഉയർത്തിയിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഭേദഗതിയായ 44ാം ഭേദഗതി 978 വന്നപ്പോഴേക്കും തിരികെ എന്ത് ചെയ്തു? 5 വർഷമാക്കി തന്നെ ഒതുക്കി. അപ്പോൾ ഈ ഒരു ഫാക്ട് മനസ്സിലാക്കുക. എടാ 5 വർഷം എന്നുള്ളത് 6 വർഷമാക്കി മാറ്റിയായിരുന്നു. മാറ്റി എപ്പോഴാ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന 76 42ാം ഭേദഗതിയിൽ നമ്മൾ മാറ്റം വരുത്തി. പ്രസ്താവന ശരിയാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഓക്കെ ഫൈൻ. ഇനി ശ്രദ്ധിച്ചേ, ലോക്സഭയിലെയും നിയമസഭയുടെയും സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് 6 നിന്നും 5 ആക്കി മാറ്റി. അത് സംബന്ധിച്ച മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, എടാ സീറ്റുകളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഇവർ നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ 76 42ാം ഭേദഗതി പ്രകാരം ലോക്സഭയുടെയും നിയമസഭകളുടെയും സീറ്റുകളുടെ എണ്ണം 1971 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി നിജപ്പെടുത്തുകയും പ്രസ്തുത എണ്ണം അടുത്ത 25 വർഷത്തേക്ക് തുടരുന്നതാണ് എന്നും ഭേദഗതി ചെയ്യപ്പെട്ടു. അതായത് 2001 വരെ. എടാ കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 ആക്കി ഉയർത്തി 42ാം ഭേദഗതിയിൽ. പക്ഷെ അത് വീണ്ടും പഴയ പോലെ ആക്കിയ ഭേദഗതി 44ാം ഭേദഗതി 978. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റമാണ് ചോദിക്കുന്നതെങ്കിൽ എന്താ പറയുന്നത്? 71 ലോക്സഭയുടെയും നിയമസഭകളുടെയും സീറ്റുകളുടെ എണ്ണം 71 സെൻസസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നിജപ്പെടുത്തുകയും പ്രസ്തുത എണ്ണം തന്നെ വരുന്ന 25 വർഷം, അതായത് 71 നിന്നും 2001 വരെയുള്ള കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യണം? തുടരണമെന്നുമാണ് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, എന്നാൽ അവിടെ സംഭവിച്ച മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 2001 84ാം ഭേദഗതി 84ാം ഭേദഗതി പ്രകാരം 42ാം ഭേദഗതിയിലൂടെ നിലവിലുള്ള ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗങ്ങളുടെ എണ്ണം അടുത്ത 25 വർഷത്തേക്ക് കൂടി, അഥവാ 2026 വരെ, തൊട്ടടുത്ത വർഷം വരെ തുടരുവാൻ തീരുമാനിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യപ്പെട്ടു. നിലവിലും ലോക്സഭയുടെയും നിയമസഭയുടെയും അംഗങ്ങളുടെ എണ്ണം 71 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എടാ കാര്യം മനസ്സിലാക്ക്. നമ്മൾ ഇപ്പോഴുള്ള ലോക്സഭയിലെയും നിയമസഭകളുടെയും എണ്ണം ആനുപാതികമായിട്ടുള്ളത് 71 സെൻസസ് ആണ്. എത്രയോ വർഷം മുമ്പുള്ള സെൻസസാ. ആലോചിച്ച് നോക്കിയേ. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഭാഗം 20 ആണ്. ആർട്ടിക്കിൾ 368 ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയായ 42ാം ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ്. ഇത് അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന പേരിലാണ്. പ്രധാനമായും കൂട്ടിച്ചേർത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 10 മൗലിക കടമകൾ കൊണ്ടുവരുന്നു. നമുക്കറിയാം 42nd അമെൻമെന്റ് വരാൻ കാരണമായത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ്. അങ്ങനെ 10 കടമകൾ വരുന്നു. പിന്നീട് 11ാമത്തെ കടമയായിട്ട് വിദ്യാഭ്യാസം വരുന്നു 2002 86ാം ഭേദഗതി പ്രകാരം. അതുപോലെ ഭാഗം 14A കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും മറ്റു ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വകുപ്പുകളാണെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, 323A 323B ആണല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 323A 323B. മറ്റ് ട്രിബ്യൂണലുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി നമ്മൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി മാറ്റങ്ങൾ പറയുമ്പോൾ പ്രസിഡന്റിന് ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണോ എന്നുള്ളൊരു ചോദ്യം വന്നു. അനുസരിക്കണമെന്ന തീരുമാനം 42 വരികയും 44 ഒരു തീരുമാനം പൂർണ്ണമായി പെട്ടെന്ന് എടുക്കേണ്ട, അവർക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാനും തിരിച്ചയച്ചു വന്നാൽ അത് ഒപ്പിട്ട് കൊടുക്കാനുള്ളൊരു അവസ്ഥ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് കാലാവധി 5 വർഷം എന്നുള്ളത് 6 വർഷമായിട്ട് മാറ്റിയത് 42ാം ഭേദഗതിയാണ്. പക്ഷെ അതും 44ാം ഭേദഗതിയിൽ നമ്മൾ പഴയ 5 വർഷമാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സീറ്റുകളുടെ എണ്ണമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 71 സെൻസസ് പ്രകാരം 25 വർഷത്തേക്ക് 2001 വരെ തുടരാൻ ആവശ്യപ്പെട്ടു. അത് പിന്നീട് 2001 82ാം ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു?
അത് 2026 വരെ 84-ാം ഭേദഗതിയിലൂടെ 2026 വരെ തുടരുവാനും നമ്മളത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണ്. ഇനി അപ്പോൾ ഇപ്പോഴും നിലവിലും നമ്മുടെ 2026 വരെ 71-ലെ സെൻസസ് പ്രകാരമാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി 42-ാം ഭേദഗതി പ്രകാരം പാർലമെന്റിന്റെയും നിയമസഭയുടെയും കോറത്തിൽ സംഭവിച്ച മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത എണ്ണം ആളുകൾ, ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിനുള്ള ഒരു നിശ്ചിത എണ്ണം ആളുകളുടെ ഹാജരാവേണ്ട ആളുകളുടെ ഒരു മിനിമം നമ്പറാണ് ക്വാറം എന്ന് പറയുന്നത്. അപ്പോൾ 42-ാം ഭേദഗതി പ്രകാരം പാർലമെന്റിന്റെയും നിയമസഭകളുടെയും ക്വാറത്തിൽ സംഭവിച്ച മാറ്റം ചോദിച്ചാൽ ആ ക്വാറം എന്നൊരു ഐഡിയ എടുത്ത് മാറ്റി, ക്വാറം എന്നൊരു കൺസെപ്റ്റിനെ എടുത്ത് മാറ്റുകയാണ് 42nd അമെൻഡ്മെന്റ് ചെയ്തത്. ക്വാറം ഒരു സഭ തുടങ്ങുന്നതിനാവശ്യമായ മിനിമം അംഗങ്ങളുടെ എണ്ണമാണ്. പാർലമെന്റിലെ ക്വാറത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 100 ആയിരുന്നു. അനുച്ഛേദം 100 ആയിരുന്നു. ഓക്കെ, പാർലമെന്റിലെ ക്വാറം 300 പേർക്ക് ഏതാണ് 1/10 അല്ലെങ്കിൽ 10 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അനുച്ഛേദം 100-ലാണ്. അനുച്ഛേദം 100-ലാണ് എന്തിനെ പരാമർശിക്കുന്നത്? പാർലമെന്റിലെ കോറത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. എത്രയാണെന്ന് ചോദിച്ചാൽ 10 ആണല്ലേ, 10 അല്ലെങ്കിൽ 1/10 ആണ് കോറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 42-ാം ഭേദഗതി പ്രകാരം കോറം എന്നൊരു ഐഡിയ തന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ 44-ാം ഭേദഗതിയിലൂടെ മൊറാർജി ദേശായി ഗവൺമെന്റ് കോറം എന്ന ഐഡിയ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. 42-ാം ഭേദഗതി പ്രകാരം അനുച്ഛേദം 31D ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 31D കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പൊ മറ്റേത് ഓക്കെയാണ്. കോറം എന്ന ഐഡിയ 42-ാം ഭേദഗതിയിൽ എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷേ 1978 മൊറാർജി ദേശായി കോറം എന്ന കൺസെപ്റ്റ് പുനഃസ്ഥാപിക്കുന്നു. 10 ആളുകളാണ്. ആർട്ടിക്കിൾ 100 പ്രകാരം പാർലമെന്റിന്റെ കോറം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ശ്രദ്ധിച്ചേടാ, 31D എന്ന ഒരു ഐഡിയ ആർട്ടിക്കിൾ 31 ക്ലോസ് D അനുച്ഛേദം കൂട്ടിച്ചേർത്തു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശങ്ങൾക്ക് കോട്ടം തട്ടുന്നതാണെങ്കിലും പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 31D. ആ ഒരു അവകാശം ഒന്ന് ആലോചിച്ച് നോക്കിയടാ. 31 D എന്ന ആശയം കൂട്ടിച്ചേർത്തു, ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് 42nd അമെൻമെന്റ് ആണ്. എന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങളെ ബാധിച്ചാൽ പോലും രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് കോട്ടം തട്ടുന്നതാണെങ്കിലും എന്ത് ചെയ്യാം? പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 31 ക്ലോസ് ക്യാപിറ്റൽ D ആണ്. ഇനി എന്നാൽ 77-ലെ 43-ാം ഭേദഗതി പ്രകാരം 31D ഭരണഘടനയിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തു മാറ്റി. അപ്പൊ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്തടാ? ഇവരുടെ ഉദ്ദേശം ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്തു? മാറ്റുകയാണ് ചെയ്തത്. ഇനി അനുച്ഛേദം 32A, അനുച്ഛേദം 226A എന്നിവ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതിയാണ് 42ാം ഭേദഗതി. എന്താ പറയുന്നത്? 42ാം ഭേദഗതിയാണ്. വളരെ ഇമ്പോർട്ടന്റ്. നമുക്കറിയാം ആർട്ടിക്കിൾ 32 മൗലിക അവകാശമാണ്, ഭരണഘടനാപരമായ പരിഹാരം, അല്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ. അതുപോലെ സുപ്രീം കോടതി പോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള ആർട്ടിക്കിളാണ് 226. അപ്പൊ 32A എന്നും 226A എന്നും കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു. അതായത് 32A കൂട്ടിച്ചേർത്തത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രതിപാദിച്ചത് 32A. ഇനി 226A പറയുന്നു കേന്ദ്രവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ അധികാരം ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? ഇതും അത്ര നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് നീതിയുള്ള സമീപനം അല്ലാത്തതുകൊണ്ട് തന്നെ 77-ലെ 43ാം ഭേദഗതിയിലൂടെ നമ്മൾ 32A എന്ന 226A എന്ന ആശയങ്ങളെ എന്ത് ചെയ്തു? പൂർണ്ണമായും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? വ്യക്തമാണോ? ഓക്കെ, ഫൈൻ. ശ്രദ്ധിച്ചേടാ, 42ാം ഭേദഗതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 42nd അമെൻമെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാധാന്യം മനസ്സിലാക്കുക, പ്രാധാന്യം കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് മാറ്റങ്ങൾ വന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന മൗലികമായ അവകാശങ്ങളെ പോലും കടന്നു കയറിയ ഒരു ഭേദഗതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 226A, 32A എന്നിവ കൂട്ടിച്ചേർത്തെങ്കിലും പിന്നീട് നമ്മുടെ
1977 43-ാം ഭേദഗതിയിലൂടെ അത് തിരുത്തുകയാണ് ചെയ്തത്. മാത്രവുമല്ല 42-ാം ഭേദഗതി പ്രകാരം ഭാഗം 4-ൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, എടാ ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 3 ആർട്ടിക്കിളുകൾ 3 അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചേടാ, ഭാഗം 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യ അയർലൻഡിൽ നിന്ന് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. പക്ഷേ ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യം സ്പെയിനാണ്. ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പരാമർശിക്കുന്നു മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് അതിന്റെ അടിസ്ഥാന ആശയം. ഇത് നടപ്പിലാക്കാൻ ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ന്യായവാദാർഹമല്ല, ജസ്റ്റീഷ്യബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചേ. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ DPSPയിൽ പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ 3 കൃത്യമായിട്ട് തന്നെ പഠിക്കണം. എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചേടാ, 39A നമ്മൾ DPSP പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കും. 39 ക്ലോസ് എയിൽ പറയുന്നു തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്നിവ തരുന്നത് 39 ക്ലോസ് എയിലാണ്. ഇനി 43A എന്താണെന്ന് ചോദിച്ചാൽ, വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 39 ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. 43A പറയുന്നു നമ്മുടെ വ്യവസായ മാനേജ്മെന്റുകളിൽ തൊഴിലാളികളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുക. അവസാനമായിട്ട് 48 ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അത് വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനവും വന്യജീവികളുടെ സംരക്ഷണവുമാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ഫോറസ്റ്റ് ലൈഫ് ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മുടെ ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലേക്ക് കൂട്ടിച്ചേർത്തു. 1976 42-ാം ഭേദഗതിയിലൂടെ 39 ക്യാപിറ്റൽ ലെറ്റർ എ, 43A, അതുപോലെ തന്നെ 48 ക്യാപിറ്റൽ എ എന്നിവയാണ്. ഇനി അതുപോലെ 39F എന്നൊരു സബ് ക്ലോസും ചേർത്തു. അപ്പൊ ഏതൊക്കെ ചേർത്തടാ? കൃത്യമായിട്ട് പഠിക്കുക. 39A നമ്മൾ പറഞ്ഞു തുല്യനീതി സൗജന്യ നിയമസഹായം. അതുപോലെ തന്നെ 43A നമ്മൾ പഠിച്ചു. തൊഴിലിടങ്ങളിൽ ആരുടെ പങ്കാളിത്തം? നമ്മുടെ തൊഴിലാളികളുടെ പങ്കാളിത്തം. 48A ആണെങ്കിൽ വനം വന്യജീവി സംരക്ഷണം എന്നിവ പഠിച്ചു. അതുപോലെ 39 ഒരു എഫ് കൂട്ടിച്ചേർത്തു. അതാ ഒരു സബ് ക്ലോസ് ആണിത്, സ്മോൾ ലെറ്റർ എഫ് ആണ്. കുട്ടികളുടെ ആരോഗ്യപരമായ വികാസത്തിനും സുരക്ഷിതമായ അവസരമുണ്ടാക്കൽ, കുട്ടികളുടെ സമഗ്ര വളർച്ച എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 39 സബ് ക്ലോസ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ അഥവാ നാഷണൽ എമർജൻസി എന്ന ആശയം നമുക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറയുന്നത് ഇങ്ങനെയാണ്. 1976 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ആർട്ടിക്കിൾ 352 ആണല്ലോ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി. ഓക്കെ, അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി ചെയ്യപ്പെട്ടത് 76 42-ാം ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 352 പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് 42-ാം ഭേദഗതി 976 ആണ്. ഇനി ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഒരു സമയം എത്ര കാലത്തേക്ക് വർദ്ധിപ്പിക്കാം? ഇപ്പൊ സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം എത്ര നാളത്തേക്ക് നീട്ടാം?
പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഒരു പ്രാവശ്യം 6 മാസത്തേക്ക് ദീർഘിപ്പിച്ചിരുന്ന പ്രസിഡന്റ് ഭരണം 76-ലെ 42-ാം ഭേദഗതിയിലൂടെ 1 വർഷം വരെ നീട്ടാം എന്നാക്കി മാറ്റി. അതായത് നോർമലി ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തിയാൽ അത് പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തിലൂടെ 6 മാസം വരെ നീട്ടാൻ സാധിച്ചിരുന്നു. എന്നാൽ 42nd അമെന്റ്മെന്റിലൂടെ അത് 1 വർഷം വരെ നീട്ടാം എന്ന രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി രാജ്യം മുഴുവൻ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് നമുക്ക് നടപ്പിലാക്കാം. ശരിയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താടാ? അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് കാലാവധി സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം 6 മാസം എന്നുള്ളത് 1 വർഷം വരെ നീട്ടാൻ കഴിയുമെന്ന രീതിയിലേക്ക് മാറ്റം വന്നു. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട 257A എന്താണ്? 257A എന്ന് നമുക്ക് നോക്കാം. 257A പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ ഗുരുതരമായ ക്രമസമാധാന തകർച്ച എന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് സായുധ സേനയെ അയക്കാം. എത്രയോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 357 ക്യാപിറ്റൽ എ പ്രകാരം നമുക്കറിയാം അടിയന്തരാവസ്ഥയായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾ അല്ലടാ 352, 56, 60. അതിൽ 57 ഒരു സബ് ക്ലോസ് അല്ലെങ്കിൽ 257 ആണ് ഇവിടെ വരുന്നത്. 257 ആണ് ഇവിടെ വരുന്നത്. 257A പ്രകാരം നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നം നടക്കുന്നു, ഗുരുതരമായ സാഹചര്യമുണ്ട്, ക്രമസമാധാനം ലോ ആൻഡ് ഓർഡർ ഒക്കെ തകർന്നു എന്ന സാഹചര്യം വന്നാൽ കേന്ദ്രത്തിന് സേനയെ ഇറക്കാം, സായുധ സേനയെ ഇറക്കാമെന്ന് പ്രതിപാദിച്ചു. പക്ഷെ അത് എത്രത്തോളം അപകടകരമായിരിക്കും നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതും 78-ലെ 44-ാം ഭേദഗതി പ്രകാരം ആ അനുച്ഛേദം നമ്മൾ എന്ത് ചെയ്തു? 257A എന്ന അനുച്ഛേദവും റദ്ദ് ചെയ്തു എന്ന് പഠിക്കുക. ക്ലിയർ ആണ്, ശ്രദ്ധിച്ചേ. ഇനി ഭരണഘടനാ ഭേദഗതിയും ജുഡീഷ്യൽ റിവ്യൂ നമുക്കറിയാം. ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനഃപരിശോധന ആർട്ടിക്കിൾ 13 ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 13-ലാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനഃപരിശോധന എന്ന അമേരിക്കയിൽ നിന്നെടുത്ത ആശയം. പക്ഷേ ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്ക് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പരാമർശിക്കുന്നില്ല. കൃത്യമായിട്ട് പഠിച്ചോ. 76-ലെ 42-ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടാൽ പ്രസ്തുത വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഭേദഗതി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മുടെ അവകാശങ്ങളിൽ മൗലികമായ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലും ജുഡീഷ്യൽ റിവ്യൂ ഇല്ല എന്ന രീതിയിലേക്ക് 42nd അമെന്റ്മെന്റിൽ വിധി വന്നു, അല്ലെങ്കിൽ അവർ മാറ്റം കൊണ്ടുവന്നു. പക്ഷേ എന്ത് ചെയ്തു? 80-ലെ മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ വിധി കോടതി പ്രസ്തുത മാറ്റം റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. കോടതി ഇടപെട്ട് മാറ്റം വരുത്തി. ഏതില്? നമ്മുടെ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന ഒരു ഇഷ്യൂവിൽ വന്ന കേസ് 80 മിനർവ മിൽസ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുകയാണ് ചെയ്തത്. ഓക്കെ ആണ്, ക്ലിയർ ആണ്, ശ്രദ്ധിച്ചേടാ. ഇനി 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം എക്സാമിന് ചോദിക്കും, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 42-ാം ഭേദഗതി 1976-ലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ കഴിയുന്ന കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5 എണ്ണമാണ്. 5 വിഷയങ്ങളാണ്. കാണാതെ അല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. നമുക്കറിയാം പാർലമെന്റ് വഴി മാത്രം നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റ്. എന്നാൽ സംസ്ഥാന നിയമസഭകൾക്കും അതുപോലെ സെൻട്രലിനും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ കഴിയുന്നവയാണ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, സംസ്ഥാനത്തിന് മാത്രം നിയമം നിർമ്മിക്കാൻ കഴിയുന്നവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട 5 വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വനം, വിദ്യാഭ്യാസം, വനം, വന്യജീവി, അളവ് തൂക്കം, അതുപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. 5 എണ്ണം ഇങ്ങനെ പഠിക്കുക. വനം, വിദ്യാഭ്യാസം, വന്യജീവി, അളവ് തൂക്കം, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ ഒഴികെയുള്ള കോടതികളിലെ ഭരണ സമ്പ്രദായം. വനം, വന്യജീവി, വിദ്യാഭ്യാസം, വനം, വന്യജീവി, വിദ്യാഭ്യാസം,
അതുപോലെ അളവ് തൂക്ക സമ്പ്രദായം സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണ സമ്പ്രദായം. കൃത്യമാണ്. എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം, ഫോറസ്റ്റ് വനം, വന്യജീവി പക്ഷികളുടെയും സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് വേ ആൻഡ് മെഷേഴ്സ് അഥവാ അളവ് തൂക്ക സമ്പ്രദായം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എന്നിവ എങ്ങോട്ടേക്ക് വരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്കം, അതുപോലെ കോടതികൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ അധികാര അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ. ഇനി 42ാം ഭേദഗതി പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക നടപടിയിൽ വന്ന മാറ്റം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക നടപടിക്രമം കുറയ്ക്കുകയും അന്വേഷണത്തിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് അവകാശം ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ എന്താണ്? അന്വേഷണത്തിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിനുള്ള അവകാശം ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് 42nd അമെൻമെന്റിൽ. അനുച്ഛേദം 311 സബ് ക്ലോസ് 2-ൽ ഇപ്രകാരം മാറ്റം വരുത്തുകയും ചെയ്തു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ്. 42ാം ഭേദഗതിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയും ചോദ്യങ്ങളും വന്നിട്ടുള്ള മേഖലയാണ് 42ാം ഭേദഗതി 1976. കൃത്യമായിട്ട് പഠിക്കുക. വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്.